എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. രാമായണ കഥാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ രാമായണ കഥകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു സംശയമാണ് ടീച്ചറിനോട് ചോദിക്കാൻ പോകുന്നത്. രാമായണത്തിൽ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാമസേതു നിർമ്മിക്കുന്ന ഒരു ഘട്ടം, അതായത് ലങ്കയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ അന്വേഷണ സംഘത്തിനോടായി ശ്രീരാമൻ ഒരു കഥ പറയുന്നുണ്ട്, കപോത പക്ഷികളുടെ കഥ. ആ കഥ രാമായണത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്നതാണ് എൻ്റെ സംശയം. അത് രാവണനും വിഭീഷണനുമായിട്ട് തെറ്റിപ്പിരി. വിഭീഷണൻ ചെയ്ത തെറ്റ് രാവണനോട് ഹിതോപദേശം നടത്തി സീതയെ തിരിച്ചു കൊടുത്ത് രാമനുമായിട്ട് ഒരു രഞ്ജിപ്പുണ്ടാക്കാൻ പറഞ്ഞു. കാരണം രാമൻ്റെ മഹത്വം വിഭീഷണനറിയാം, നന്നായിട്ടറിയാം. ഇത് രാവണന് തീരെ ഇഷ്ടപ്പെട്ടില്ല. രാവണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ രാമൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ, എനിക്ക് യാതൊരു ദുഃഖവുമില്ല. ഇനി ഇവിടെ നിന്നാൽ നിന്നെ എൻ്റെ ചന്ദ്രഹാസത്തിന്, എൻ്റെ വാളിന് ഇരയാക്കും, ഊണാക്കുമെന്നാണ് പറയുന്നത്, ഭക്ഷണമാക്കും എന്ന് പറയും. ടീച്ചറെ, അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഈ കുംഭകർണനും ഇതുപോലെ രാവണനെ ഉപദേശിക്കുന്നുണ്ട്, രാമനുമായി യുദ്ധം ചെയ്യുന്നത് നല്ലതല്ല, സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വിഭീഷണനെയാണ് ലങ്കയിൽ നിന്നും പുറത്താക്കുന്നത്, കുംഭകർണനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? നമുക്ക് തോന്നാം. അപ്പം കാരണം അവിടെയാണ് നമുക്ക് രാവണന്റെ മഹത്വം തിരിച്ചറിയുന്നത്. ജയവിജയന്മാരുടെ ജന്മമാണല്ലോ, രണ്ടാം ജന്മമാണ് രാവണനും കുംഭകർണനും. അവർക്ക് തിരിച്ചു പോകണം. പക്ഷേ ഈ രാവണന് തൻ്റെ വംശം, താൻ ജനിച്ചിപ്പം നടത്തുന്ന ഈ വംശം അത് നിലനിൽക്കണം, ശാശ്വതമായിട്ട് അശരവംശം നിലനിൽക്കണം. അതിന് വിഭീഷണനെ പറ്റൂ. ബാക്കി എല്ലാവരും രാമന് എതിരാണ്. നേരെ മറിച്ച് വിഭീഷണൻ എന്നും രാമഭക്തനാണ്. അതുകൊണ്ട് വിഭീഷണൻ ഇവിടെ നിന്നാൽ അയാളും കൊല്ലപ്പെടും. നേരെ മറിച്ച് അവിടെ ചെന്നാൽ ഈ അശരവംശം രക്ഷിക്കാൻ, നിലനിർത്താൻ അവൻ വിഭീഷണന് കഴിയും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു പരിത്യജിക്കലായിരുന്നു എന്ന് നമുക്ക് പറയാം. കാരണം വ്യാഖ്യാത വേത്തി നക്കവി എന്നുണ്ടല്ലോ, നമുക്ക് എന്തും വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ അത് യുക്തിപൂർവ്വം ആവണം എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇദ്ദേഹം 4 അമാത്യന്മാരോടുകൂടി ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു ആശംസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങ് പോരുകയാണ് രാമൻ ഇരിക്കുന്നിടത്തേക്ക്. അവിടെ എല്ലാവരും കൂടെ ഒരു കൂടിയാലോചനയൊക്കെ നടന്നിങ്ങനെ അവരെ വളരെ യുദ്ധത്തിൻ്റെ തിരക്കിലാണ്, യുദ്ധത്തിൻ്റെ ആരംഭ തിരക്കിലാണ്. ആ സമയത്ത് ഈ 4 അമാത്യന്മാരും വിഭീഷണനും ആകാശത്ത് വന്നു നിന്നുകൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പറയുന്നുണ്ട്, സ്ഫുടമായ വർണ്ണവാക്യങ്ങൾ സ്വരത്തിലൂടെ സംസാരിക്കുക. പറയുന്നത്, താനിവിടെ ചുരുക്കി ഞാൻ പറയാണ്, താനിവിടെ എന്തിനു വന്നു എന്നും അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, അങ്ങയെ നമസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരം. ഇത് കേട്ടു വാനരന്മാര്. സുഗ്രീവനാണല്ലോ പ്രധാനി. സുഗ്രീവൻ പറഞ്ഞു, പിന്നെ വിശ്വസിക്കരുത്. കാരണം ഇദ്ദേഹം രാവണന്റെ അനുജനാണ്, ചാരനാവാം, മായയാവാം. ശരിക്കും വിഭീഷണനാണ് എങ്കിൽ പോലും അതാരാ? രാവണന്റെ അനുജനാണ്. ലക്ഷ്യം എന്താണെന്ന് അറിയില്ല, നമുക്കറിയില്ല. തന്നെയുമല്ല മായയാവാം. അതുകൊണ്ട് ശത്രുവിന്റെ ഈ ബന്ധുത്വഭാവേന വരുന്ന, എന്നിട്ടൊരു ചൊല്ലു പറയുന്നുണ്ട്, ബന്ധുക്കളായിട്ട് വരുന്ന ശത്രുക്കളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്, അതിലും ഭേദം ശത്രുവിനെ വിശ്വസിക്കുന്നതാണ് എന്ന് പറയും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയും. ഇനിയൊരു പഴുത് കിട്ടിയാൽ നമ്മളെ ഉറക്കത്തിൽ വേണേലും കൊന്നിട്ട് പോകും. അപ്പം ഇവരെല്ലാവരും, ജാമ്പവാൻ, നീലൻ, നളൻ, ഇവരെല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഹനുമാൻ ഏറ്റവും ഒടുവിലെ അഭിപ്രായം പറയത്തുള്ളൂ. ഈ സമുദ്രലംഘന സമയത്ത് പോലും ഏറ്റവും ഒടുവിലാണ്, മറന്നിരുന്നാണെങ്കിൽ പോലും ഹനുമാൻ്റെ അഭിപ്രായം വരുന്നത്. അപ്പം ഹനുമാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം നമ്മൾ അദ്ദേഹത്തിനെ സ്വീകരിക്കണമെന്നാണ്. കാരണം അദ്ദേഹം നമ്മളെ ആശ്രയിച്ച് വന്നതാണ്. ശരണാഗതരെ സ്വീകരിക്കാതിരിക്കുന്നത് രാജധർമ്മമല്ല. അതുകൊണ്ട് അവൻ ആരുമായി കൊള്ളട്ടെ, നമ്മളെ ആശ്രയിക്കുന്നവരെ നാം സ്വീകരിക്കണം. ഹനുമാൻ അത് പറയും. കാരണം ഹനുമാൻ അനുഭവമുണ്ടല്ലോ. രാവണ സന്നിധിയിലെത്തുന്ന ഹനുമാനെ കൊല്ലരുത്, ദൂതനെ കൊല്ലരുത് എന്ന് പറയുന്നത് വിഭീഷണനാണ്. മാത്രവുമല്ല, ഒരു അടയാളം കൊടുത്ത് വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നത് വിഭീഷണനല്ലേ? അതെ, ഹനുമാൻ അത് അറിയുകയും ചെയ്യാം.
അന്ന് ലങ്ക മുഴുവൻ ചുട്ടു ഭസ്മമാക്കിയപ്പോൾ വിഭീഷണന്റെ വീട് മാത്രമാണ് അതെ, ഒഴിവാക്കിയത് ഈ ശിംശഭാവൃക്ഷ ആ, ചൂടും. അപ്പോൾ അത് മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇതോടെ ചേർത്തിട്ട് പറയാം, നമ്മൾ ഈ ശത്രുമിത്ര ഭാവം കാണുന്നത് ജാതിയും ഇതൊന്നും രാഷ്ട്രീയ ഒന്നും നോക്കിയിട്ടല്ല, അവരുടെ പെരുമാറ്റം അറിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ രാമനും സന്തോഷമായി. ശ്രീരാമൻ പറയും, ഞാൻ ഹനുമാൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. അവിടെ ഒരു ജനായത്തിൽ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ടാണ് ഒരു നല്ല രാജാവിന്റെ ലക്ഷണമാണ്. അത് തന്നെ. എന്നിട്ട് ഇദ്ദേഹം ശരിയാണ് പറഞ്ഞത്, ആശ്രയിച്ച് വരുന്നവരെ രക്ഷിക്കുക തന്നെ വേണം. ആ സമയത്ത് പറയുന്ന കഥയാണ് കബോധി കഥ. അതായത് ഒരു വനത്തിൽ ഒരു മടപ്രാവ് ദമ്പതികൾ ഇണകളായിട്ട് ഒരു വലിയ മരത്തിൻ്റെ മണ്ടയിൽ വനത്തിൽ കൂടുകെട്ടി താമസിക്കുകയായിരുന്നു, നല്ല സ്നേഹത്തോടെ. അങ്ങനെ ഒരു ദിവസം ഇവരുടെ സുരതാനന്തരം ഈ ഒരു വേടൻ ഈ പെൺപക്ഷിയെ അമ്പ് ചെയ്ത് താഴെയിട്ടു. ഇത് വല്ലാതെ ദുഃഖിപ്പിച്ചു ആൺപക്ഷിയെ, വല്ലാതെ കരഞ്ഞു. എന്നിട്ടൊന്നും ചിന്തിക്കാതെ നിസ്തേജനായിട്ട് ഇങ്ങനെ ഇരിക്കുക മരത്തിൽ. ആ സമയത്ത് അതിഗംഭീരമായ കാറ്റും മഴയും വന്നു. ഒപ്പം സൂര്യൻ അസ്തമിച്ച് ഇരുട്ടാവുകയും ചെയ്തു. പിന്നീട് സ്ഥലകാല ബോധം വന്നപ്പോൾ ചുവട്ടിൽ ഇതിൻ്റെ ഈ വൃക്ഷമുരട് ചുവട്ടിൽ നിൽക്കുന്ന വേടനെ കണ്ടു. അയാൾക്ക് തണുപ്പ് കൊണ്ടും വിശപ്പ് കൊണ്ടും ദീനനായിട്ട് മഴയത്ത് പോകാൻ വയ്യാതെ, കൂരിരുട്ടത്ത് നടക്കാൻ വയ്യാതെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന ഈ വേടനെ കണ്ടു. ഈ കബോധം ഉടൻ തന്നെ ദൂരെ പോയി തീ കൊണ്ടുവന്ന് ആ തീ ഇദ്ദേഹത്തിന് കൊടുത്തു. ഉടൻ തന്നെ ആ തീക്കകത്ത് തൻ്റെ കയ്യിലിരുന്ന താൻ കൊന്ന ആ കിളിയെ ഇതിനകത്തിട്ട് കബോധ ഇണയെ ഈ അഗ്നിയിലിട്ട് ചുട്ട് തിന്നു. പക്ഷെ അദ്ദേഹത്തിനൊന്നും ആയില്ല. എന്നിട്ടും വിശന്ന് പിന്നെയും ഒരു സന്തോഷമില്ലാതെ വിശന്നിരിക്കുന്ന കണ്ടപ്പോൾ കിളി ഓർത്തു, ആൺകിളി ഓർത്തു, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്, തന്നെ എണ്ണയും പോയി. ഇദ്ദേഹത്തിന് വിശപ്പ് മാറിയിട്ടില്ല. ഇദ്ദേഹത്തിന് വിശപ്പ് അകറ്റിയെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആൺപക്ഷി ഈ തീക്കകത്തേക്ക് ചാടി ഈ വേടന് ആഹാരമായി. എന്നിട്ട് രാമൻ പറയുകയാണ്, പക്ഷികൾ പോലും ഇത്ര ആശ്രിതരക്ഷണം എന്ന് പറയുമ്പോൾ തൻ്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നല്ലോ, അത്രേ ഉള്ളൂ, തനിക്ക് ദ്രോഹം ചെയ്തതാണ്, എന്നിട്ട് പോലും അത്രയും തേടിയ ആളിനെ അത്രമാത്രം പരിഗണിച്ചു. അപ്പൊ പിന്നെ മനുഷ്യരായ നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കും. എന്നിട്ട് ഉടനെ തന്നെ ഇദ്ദേഹത്തിനെ സ്വീകരിക്കും. എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷമാകും. ഉടൻ തന്നെ സുഗ്രീവനൊക്കെ ആശ്ലേഷിക്കുകയാണ്. പിന്നെ അവിടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു വേദിയായി മാറും. ശ്രീരാമൻ പറയും, എന്നെ കണ്ടതിൻ്റെ വല്ലാതെ സ്തുതിക്കും ഈ വിഭീഷണൻ രാമനെ, സഹോദരൻ്റെ ദുർബുദ്ധിയൊക്കെ പറഞ്ഞിട്ടും ഭഗവാനെ നന്നായിട്ട് സ്തുതിക്കും. ഇത് കേട്ട് രാമന് നല്ല സന്തോഷവും തൃപ്തിയുമായിട്ട് പറയും, എന്നെ കണ്ടതിൻ്റെ അടയാളം നമുക്ക് ഇന്ന് തന്നെ കൊടുക്കണം, നമുക്ക് ഇദ്ദേഹത്തിനെ ലങ്കാധിപതിയായിട്ട് വാഴിക്കണം, അഭിഷേകം ഇപ്പൊ തന്നെ നടത്തണം. വനരന്മാരില്ലേ ഇത് കേൾക്കാത്ത താമസം സപ്തസാഗരങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്നു, അത് കൊണ്ടിരുന്നു, ഇത് കൊണ്ടിരുന്നു. ചുരുക്കി പറഞ്ഞ ഉടൻ തന്നെ ഈ അഭിഷേകവും നടത്തി ലങ്കയുടെ അധിപതിയായി ഇദ്ദേഹത്തിനെ വാഴിച്ചിട്ടാണ് യുദ്ധം. കാരണം ഭീഷണന്റെ നേതൃത്വത്തിലാണ് ഇനി യുദ്ധം നടക്കാൻ പോകുന്നത്. വെറുതെ പാടില്ലല്ലോ ഒരു രാജാവാകണം. നമ്മൾ നേരത്തെ മഹാഭാരതത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കർണനെ രാജാവാക്കുന്നത്. അതേപോലെ തന്നെ മാത്രമല്ല ടീച്ചറെ, വിഭീഷണനെ സ്വന്തം പക്ഷത്ത് നിർത്തിയാനുള്ള ഗുണം ലങ്കയുടെ മുക്കുമൂലയും അറിയുന്ന ആളാണ് വിഭീഷണൻ. അങ്ങനെ ഒരു രാജ്യതന്ത്രവും കൂടി ഇവിടെ ഉണ്ട്. തന്നെയുമല്ല രാവണന്റെ ബലാബലങ്ങളും എല്ലാം അറിയാം. അതെ, ബലാബലങ്ങളും നന്മതിന്മകളും പിന്നെ ദൗർബല്യങ്ങളും എല്ലാം അറിയാവുന്ന ആളാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ മുന്നിൽ നിന്ന് അങ്ങ് നയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിച്ച് ഈ വിജയത്തിനുള്ള ഒരു വലിയ പാത ഒരുക്കുന്ന ഒരു സന്ദർഭത്തിൽ പറയുന്ന കഥയാണ് ഇപ്പൊ ചോദിച്ചത്. അപ്പോൾ എൻ്റെ സംശയം മാറി. ഈ കഥ നമ്മളെല്ലാം രാമായണം വായിക്കുമ്പോൾ വെറുതെ വായിച്ചു വിടുന്നൊരു കഥയാണല്ലേ. അപ്പോൾ ഈ കഥ രാമായണത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, എന്നെ പോലെ തന്നെ. നാളെ വീണ്ടും മറ്റൊരു കഥയുമായി എത്താം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.